മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. ഭാഷയിൽ അനുപ്രയോഗം എന്നൊരു വിഭാഗമുണ്ട്. ചില വൈയാകരണന്മാർ സഹായക ക്രിയ എന്നും അതിന് പേര് നൽകുന്നു. മുന്നിലുള്ള ക്രിയാപദത്തിന് അർത്ഥഭേദമോ അർത്ഥപൂർത്തിയോ വരുത്തുന്നതിന് വേണ്ടി അതിനോട് ചേർക്കുന്ന ക്രിയാപദങ്ങളാണ് അനുപ്രയോഗങ്ങൾ. പോവുക എന്ന ക്രിയാപദം അനുപ്രയോഗമായി വരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥഭേദങ്ങളുടെ വിസ്മയക്കാഴ്ച ഒന്ന് വിവരിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭൂതകാല രൂപമായ പോയി വരുന്ന ചില മാതൃകകൾ ശ്രദ്ധിക്കുക. നിലച്ചുപോയി, കളഞ്ഞുപോയി, തെറിച്ചുപോയി, തകർന്നുപോയി, ഉടഞ്ഞുപോയി, തടിച്ചുപോയി, മെലിഞ്ഞുപോയി, ഉണങ്ങിപ്പോയി, നനഞ്ഞുപോയി, പഴകിപ്പോയി എന്നിവിടങ്ങളിലെല്ലാം പോയി എന്ന ക്രിയാപദം നഷ്ടതീവ്രതയെ കുറിക്കുന്നു. പറഞ്ഞുപോയി, കണ്ടുപോയി, അടുത്തുപോയി, ചമ്മിപ്പോയി, തല്ലിപ്പോയി, കിട്ടിപ്പോയി, പെട്ടുപോയി എന്നിവിടങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാതിരുന്നത് സംഭവിച്ചുപോയി എന്ന അബദ്ധാർത്ഥത്തിലാണ് പ്രയോഗം. പൂർവക്രിയയെ നിസാരപ്പെടുത്താനും പോയി അനുപ്രയോഗിക്കാറുണ്ട്. അവൻ തട്ടിപ്പോയി, അവൾ ചാടിപ്പോയി, അത് അടിച്ചുപോയി എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ഒരാളുടെ മരണത്തെ കുറിക്കാൻ തട്ടിപ്പോയി എന്ന് പ്രയോഗിക്കുമ്പോൾ ആ മരണത്തെ അനാദരവോടെ വിവരിക്കുകയാണ്. അവൾ ചാടിപ്പോയി എന്ന പ്രയോഗത്തിൽ പലപ്പോഴും ആക്ഷേപ സൂചനയാണുള്ളത്. അത് അടിച്ചുപോയി എന്ന് പ്രയോഗിക്കുമ്പോൾ സംഭവിച്ച നഷ്ടത്തെയോ നാശത്തെയോ നിസാരവൽക്കരിക്കുകയാണ്. പ്രയോഗ സന്ദർഭങ്ങൾക്കനുസരിച്ച് അർത്ഥവ്യത്യാസം ഉണ്ടാകുമെന്നും മറക്കരുത്. പോയി എന്ന അനുപ്രയോഗം നിസ്സഹായതാർത്ഥത്തിൽ വരുന്നതിനും ഉദാഹരണങ്ങളുണ്ട്. ഉത്തരം മുട്ടിപ്പോയി, കെട്ടുപോയി, അടിഞ്ഞുപോയി, തകർന്നുപോയി എന്നിവിടങ്ങളിലെല്ലാം നിസ്സഹായത സ്ഫുരിക്കുന്നു. നിയന്ത്രണാതീതം എന്ന പ്രതീതി ഉളവാക്കുന്ന വിധത്തിലും പോയി അനുപ്രയോഗിച്ച് കാണാം. അത്ഭുതപ്പെട്ടുപോയി, ഞെട്ടിപ്പോയി, വിറച്ചുപോയി, അലിഞ്ഞുപോയി, തൂവിപ്പോയി, കേട്ടിരുന്നുപോയി എന്നിവിടങ്ങളിലെല്ലാം പ്രാക് പ്രയോഗത്തിൻ്റെ നിയന്ത്രണാതീത ശക്തി സൂചിപ്പിക്കാൻ പോയി എന്ന അനുപ്രയോഗത്തിന് കഴിയുന്നു. കൂടുതലും നഷ്ടത്തെയും അബദ്ധത്തെയും നിസ്സഹായതയെയും ഒക്കെയാണ് പോയി ധ്വനിപ്പിക്കുന്നതെങ്കിലും ലാഭത്തെയും അത് ചിലയിടങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. കിട്ടിപ്പോയി, നേടിപ്പോയി, ജയിച്ചുപോയി എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നോക്കുക. പോവുക എന്ന പദത്തിന് സ്വരൂപമായി കൽപ്പിക്കാറുള്ള അർത്ഥമണ്ഡലത്തിനപ്പുറത്താണ് അത് അനുപ്രയോഗമായി വരുമ്പോഴുള്ള അർത്ഥമണ്ഡലം എന്നത് കൗതുകകരം തന്നെ. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.